ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഈ ഒരു നില ഇതേപോലെ തുടരണം. രാധിക വാരി തന്നാലേ കഴിക്കാൻ പറ്റൂന്നും പറഞ്ഞോണ്ടിരിക്കണം. അവൾക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഉള്ള മാർഗം എന്താ? നിന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോണം. സൂര്യ ഓർത്തിട്ടെങ്കിലും പരമേശ്വരേട്ടൻ ഇതിനൊന്ന് സമ്മതിക്കണം. എന്തൊക്കെയാ അമ്മീ പറയുന്നേ? അച്ഛാ, ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ ഇവര് രണ്ടുപേരും ഒന്നുകിൽ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു കാണും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കാണും. അതാണ് അമ്മയുടെ ഈ മനമാറ്റം. അച്ഛാ, അതിന് അച്ഛൻ സമ്മതം പോകാൻ നിൽക്കരുത്. എനിക്ക് എന്റെ സൂര്യയുടെ ജീവനാ പ്രശ്നം. അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരമേശ്വരേട്ടൻ ഇപ്പൊ ഇതിനൊന്നും സമ്മതം മുളന്നു. അച്ഛാ, എന്താന്ന് വെച്ചാ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പരമേശ്വര, കൽപ്പനെ, നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടാത്തത് എന്റെ മനസ്സിലെ ചില സംശയങ്ങൾ കൂടി തീർക്കാൻ വേണ്ടിയാ. ആ സംശയങ്ങൾ തീർന്ന് നീ തെറ്റുകാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആ നിമിഷം നിന്നെ ഞാൻ ഇറക്കിവിടും. പൊയ്ക്കോ. അമ്മേ, അമ്മയെ കാണിച്ചനെ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വിഷപ്പാമ്പിനാ വീണ്ടും അകത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. പത്മിനി, സൂര്യയെക്കുറിച്ചുള്ള ആശങ്കയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ ഒരുത്തിയ സൂര്യയുടെ ജീവിതത്തിന് എല്ലാ കാലവും ആപത്ത് തന്നെയാ. ഈ തീരുമാനത്തെ ഓർത്ത് ഒരിക്കൽ നീ കരയും, അത് ഉറപ്പാ. കണ്ടെടുത്തൊക്കെ പോയി കിടന്നിട്ട് മുടിയിരിക്കുന്നത് കണ്ടോ? അയ്യേ, കട്ട കെട്ടി. പിന്നെ നമുക്കേ കുളിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് വരുന്നുണ്ടടി. നിന്റെ അമ്മ വരുന്നുണ്ടേ. പാവ എവിടെ? ഇന്ന പിടിച്ചോ. ആ, അഭിനയം തുടങ്ങിക്കോ. നല്ലതായി. അങ്ങനെ മോളെ, വിശക്കുന്നില്ലേ? ഇല്ല. അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിക്കും മോളെ. ചേച്ചി എവിടെ? ചേച്ചി എവിടെന്ന്? ചേച്ചി വാരിത്തന്നാലേ ഞാൻ കഴിക്കും. കണ്ടോടി, മനസ്സിന്റെ നില തെറ്റിയിട്ടും അവളുടെ ഉള്ളിലെ സ്നേഹം കണ്ടോ? എന്നിട്ട് ഈ കൊച്ചിനെയാ എല്ലാരും കൂടെ ചവിട്ടി മെതിച്ചത്. എന്റെ കൊച്ചിരുന്ന് ഓരോന്ന് കാണിക്കുമ്പോ എന്റെ നെഞ്ചു വിങ്ങുക. അമ്മ അവളോട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ. ഞാൻ ഈ നേരം വരെ ഇവളോട് അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ. ചേച്ചി ചേച്ചി എന്നും പറഞ്ഞോണ്ടിരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഞാൻ രാധിക മോളെ വിളിക്കട്ടെ, അവള് വന്ന് കൊടുക്കട്ടെ അമ്മേ. വേണ്ട, അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട. അവളെ കാണുമ്പോ എനിക്ക് കയ്യും കാലും വിറയ്ക്കും. പിന്നെ എന്ത് ചെയ്യണോന്ന് അമ്മ ഈ പറയുന്നേ? ഇവളെ പട്ടിണിക്കിട്ട് കൊല്ലാന്നാണോ? ഇവളൊന്നും കഴിക്കാതിരിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് എങ്ങനെ അമ്മ ഇറങ്ങുന്നേ? ഒന്നുകിൽ രാധികയെ വിളിക്കാൻ സമ്മതിക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി പട്ടിണി കിടന്ന് ചാവാം. അമ്മ എന്തെങ്കിലും ഒന്ന് പറ. പ്രിയങ്കമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടല്ലേ? വിളിച്ചോ, ഞാനൊന്നും പറയുന്നില്ലേ. ദേ, നീ റെഡി ആയിക്കോ, ഇപ്പൊ വരും.
ആ വരുന്നുണ്ടേ. ഹലോ അമ്മേ. മോളെ നീ ഇവിടെ തിരക്കിലാണോ? അല്ലമ്മേ, എന്തു പറ്റി? നിനക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്തു പറ്റി? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല. നീ വന്ന് ഭക്ഷണം കൊടുത്തില്ലേ? അതിനുശേഷം ഒരു വറ്റു പോലും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വിളിച്ചാല് ചേച്ചി വരണം, വാരി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവള് പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല മോളെ. അയ്യോ അമ്മേ, അവള് കഴിക്കാത്തത് കൊണ്ട് അച്ഛൻ ഉപവാസത്തില. മോള് കഴിച്ചിട്ടേ എന്നെ വിളിക്കാവൂ യശോദയെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്താടി ചെയ്യേണ്ട? അമ്മ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. അച്ഛനോടൊന്ന് പറഞ്ഞേക്കോ. ശരി മോളെ. പ്രിയങ്ക മോളെ, ചേച്ചി ഇപ്പൊ വരും. ചേച്ചി വന്നാ നമ്മള് ഭക്ഷണം കഴിക്കുമല്ലോ, ഇല്ലേ? ചേച്ചി വയറ് തന്നാലേ ഞാൻ കഴിക്കൂ. വയറ് നിറച്ചും കഴിക്കും. അമ്മേ, അവള് വന്ന് തിരിച്ചു പോണത് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രിയങ്ക മോൾക്ക് വേണ്ടിയല്ലേ. ചേച്ചി വയറ് തന്നാലേ ഞാൻ കഴിക്കൂ. ചേച്ചി വന്നാലേ കഴിക്കൂ. വയറ് നിറയുന്ന വരെ കഴിക്കും. മതിയടി, നിന്റെ അമ്മ പോയി. ഞാൻ പോയി വാതിലടച്ചിട്ട് വരാം. മുത്തശ്ശി, അമ്മയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ? നിന്റെ കാട്ടിക്കൂട്ടല് കണ്ട എനിക്ക് തന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. പിന്നല്ലേ നിന്റെ അമ്മയ്ക്ക്. ആ അതെ, ഈ ഒരു നില ഇതേപോലെ തുടരണം. രാധിക വാരി തന്നാലേ കഴിക്കാൻ പറ്റൂന്നും പറഞ്ഞോണ്ടിരിക്കണം. അവൾക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഉള്ള മാർഗം എന്താ? നിന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോണം.